അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് പൗലോസേട്ടൻ ഒരുപാട് പച്ചക്കറി വേസ്റ്റ് ആക്കണ സമയത്ത് സഹിക്കണില്ല. ആ സമയത്ത് നമ്മുടെ അലീന പ്രതികരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പൗലോസേട്ടൻ പറയുന്നുണ്ട്, കുഞ്ഞെ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി എന്ന് പറയണ്ട. ആ സമയത്ത് നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നുണ്ടെങ്കിൽ പൗലോസേട്ടൻ ചില കാര്യങ്ങൾ നിർബന്ധമായി പഠിച്ചേ പറ്റൂ. എന്തായാലും ഇങ്ങനത്തെ ധാരാളിത്തൊന്നും ഈ വീട്ടിൽ പറ്റില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ അലീന. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പൗലോസിന് ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ അപ്പച്ചൻ വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനാഥാലയത്തിലത്തെ എത്രയോ കുട്ടികൾ ഭക്ഷണം ഇല്ലാതെ കിടക്കുകയാണ്. ആ സമയത്താണ് ഇവിടെ ഇങ്ങനെ പച്ചക്കറി വേസ്റ്റ് ആക്കണം എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അപ്പച്ചൻ പറയുന്നു, നീ അനാഥാലയമൊക്കെ വിട്, അതൊക്കെ ഇനി മറന്ന് കളയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, അനാഥാലയം മറന്നാൽ പിന്നെ അലീന ഇല്ല വലിയ പച്ചാന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ റോബി വിളിക്കുന്നുണ്ട് നമ്മുടെ അപ്പച്ചനെ കാണാഞ്ഞിട്ട് ഒരു വിവരം ഇല്ലാഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അപ്പച്ചനോട് അപ്പച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അലീനെ കുറിച്ചിട്ട്. ആ സമയത്ത് നമ്മുടെ റോബി പറയുന്നുണ്ട്, അത് നമ്മുടെ സ്റ്റാൻലിയുടെ മകളൊന്നും ആവില്ല, നിങ്ങൾ വെറും തെറ്റിദ്ധരിക്കുകയാണ്, അത് നമ്മുടെ ഏട്ടൻ്റെ മകളൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അപ്പച്ചൻ പറയുന്നുണ്ട്, അത് അവൻ്റെ മകളെ തന്നെയാണ്, അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ റോബി പറയുന്നുണ്ട്, എന്താ അത് നമ്മുടെ വീട്ടിലത്തെ കുട്ടിയാണെന്ന് അവളെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. ഇല്ല, അത് നമ്മുടെ വീട്ടിലത്തെ കുട്ടിയാണ്, എനിക്ക് 100% ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടാനല്ല നോക്കണ്ട, അവളെ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്താനാണ് നോക്കണ്ടേ, അതെന്താ വഴി നീ എനിക്കൊന്ന് പറഞ്ഞു താന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അപ്പച്ചൻ റോബിയോട്. റോബി ആണെങ്കിൽ എന്താ ഈ അപ്പച്ചന് പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.